കുറച്ചൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ, പറഞ്ഞിട്ടുണ്ട്. ഈ വിഷയം കുറച്ച് കുഴപ്പം പിടിച്ചാണെന്നാണ് എല്ലാവരും പറയുന്നത്. കാരണം നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെടുത്തി ഒരുപാട് കാര്യങ്ങളാണ് തുടങ്ങുന്നത്. ഒരാൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു മൊമെൻ്റ് ഉണ്ട് ലൈഫിൽ, എല്ലാവർക്കും ഉണ്ടാകുന്നത്, ഏത് സ്ത്രീയുടേത്. സന്തോഷിനെ പിന്നെ കണ്ടുമുട്ടിയത് എങ്ങനെയാണ്, പറയൂ അവിടെ മുതൽ. ഈ പ്രോഗ്രാമിന്റെ പേര് പറയാൻ തന്നെ ഒരു സുഖമാണ്. കാരണം ഞാൻ ഏറ്റവും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വാക്കാണ് പ്രണയം. എല്ലാത്തിലും പ്രണയം കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കാര്യം. അത് എൻ്റെ ആ പ്രണയത്തിന്റെ ഒരു സുഖം മനസ്സിൽ വരുന്ന സമയത്ത് തന്നെ ഞാൻ ജോഗിനെ കണ്ടു. അതിനു മുമ്പ് ഒരു സമയം എനിക്ക് പ്രണയം നഷ്ടപ്പെട്ടു എന്ന് എനിക്ക് വിശ്വാസമില്ല ഇപ്പോഴും. കാര്യം 16.5 വയസ്സൊക്കെ ഉള്ളപ്പോഴാണ് ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത്. ഒരു സ്റ്റേജ് ഷോയിൽ വെച്ചിട്ട്, അതിൻ്റെ ഒരു യാത്രയിൽ വെച്ചിട്ടാണ് ആദ്യം കണ്ട് പരിചയപ്പെടുന്നതൊക്കെ. കുറെ പൊരുത്തങ്ങളുണ്ടായിരുന്നു. പരിചയപ്പെടുമ്പോൾ, സംസാരിക്കുമ്പോൾ എനിക്കിഷ്ടപ്പെടുന്ന കാര്യങ്ങൾ പറയാന്നുള്ളതാണല്ലോ നമ്മളെപ്പോഴും ഒരാളിൽ ഒരു സൗഹൃദം കണ്ടെത്തുക. അതുപോലെ ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ സംസാരിക്കുന്നു. അതൊക്കെ അങ്ങനെ ഒത്തിരി അതിനെ ഫേവർ ചെയ്യുന്ന കാര്യങ്ങളുണ്ടായിരുന്നു ജോഗിയിൽ. പിന്നെ ജോഗിയുടെ ഒരു ക്യാരക്ടർ ചിലപ്പോൾ എനിക്ക് മാത്രമല്ല ഒത്തിരി പേർക്കും പ്രണയം തോന്നിയിട്ടുണ്ടാവാം. അത്തരത്തിലുള്ള ഒരു ക്യാരക്ടർ. എങ്ങനെയാണ് ഒരു ഒരുമിച്ച് ജീവിതത്തിലോട്ട് വരുന്ന ഉദ്ദേശിക്കുന്ന വിവാഹം എന്ന് പറയുന്ന ഒരു ഉണ്ടല്ലോ നമ്മുടെ ഒരു കസ്റ്റം അനുസരിച്ച്, എങ്ങനെയാണ് അത്? എപ്പോഴായിരുന്നു ശരിക്ക് വിവാഹം എന്നുള്ള പേരിൽ നിയമപരമായതോ അല്ലെങ്കിൽ രേഖാമൂലമുള്ളതോ ആയിട്ടുള്ള നടപടികളൊന്നും ഇല്ലായിരുന്നു. ഞങ്ങള് മൂകാംബിക ക്ഷേത്രത്തിൽ, അത് ജോഗിയുടെ താല്പര്യപ്രകാരമാണ്, അവിടെ പോയി മാലയിടലാണ്. അതാണ് ഞങ്ങളുടെ വിവാഹം. പിന്നെ വിവാഹം എന്ന് പറഞ്ഞാൽ പേരിനേക്കാളും ഈ രേഖകളെക്കാളും അതിനപ്പുറത്തുള്ള ഒരു അർത്ഥമാണ്. അപ്പോൾ എത്ര വർഷത്തായിരുന്നു ഒരു ജീവിതം ഒരുമിച്ചുള്ള? ശരിക്കും ഒരുമിച്ച് എന്ന് പറയുമ്പോൾ ഞങ്ങള് ഈ മാലയിടലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പഠിക്കാൻ വേണ്ടി തമിഴ്നാട് അവിടെയൊക്കെ ആയിരുന്നു. അപ്പൊ ശരിക്കും ഒരു 4.5 വർഷത്തോളം ഞങ്ങൾ ഒന്നിച്ച് താമസിച്ചിട്ടുള്ള പൂർണ്ണമായ അർത്ഥത്തിലുള്ള വിവാഹ ബന്ധം ഉണ്ടായിട്ടുണ്ട്. 4.5 വർഷമാകുമ്പോഴത്തേക്കും ജോഗി മരിച്ചു. പക്ഷെ അത്രയും വർഷം, ഏകദേശം 9.5 വർഷം വരുന്ന സമയത്തില് ബാക്കി സമയം മുഴുവൻ ശരിക്കും പ്രണയിച്ചിട്ടുണ്ട്. കാരണം ദൂരത്തിലാവുമ്പോൾ അതിന് പ്രത്യേക അവസ്ഥയാണ്. ദൂരെ എപ്പോഴും നമുക്ക് ഈ പറയുന്ന പോലെ കുറച്ചും കൂടെ ഒരു പ്രവാഹത്തിന് ശക്തി കൂട്ടുന്നു. അപ്പൊ ഇടയ്ക്ക് കേൾക്കുന്ന വാക്കുകൾ അല്ലെങ്കിൽ ഇടയ്ക്ക് പാടുന്ന 2 വരി അതൊക്കെ എനിക്ക് വേണ്ടി മാത്രമാണെന്നുള്ള ഒരു ഫീലിംഗ്. അതാണ് പിന്നെ അടുത്തൊരു കാഴ്ച കണ്ടുമുട്ടൽ വരെ നമ്മളിങ്ങനെ നയിച്ചുകൊണ്ട് പോകുന്നത്. അങ്ങനെ ആ ബന്ധത്തില് 2 നല്ല കുഞ്ഞുങ്ങൾ, ചിത്രരേഖ, കപില, 2 മിടുക്കി കുട്ടികൾ. ഞാൻ ചോദിക്കുന്ന തുടങ്ങിയ ജീവിതം നിങ്ങൾ ഒരുമിച്ചുള്ള പറഞ്ഞല്ലോ 4.5 വർഷം, നല്ല മനോഹരമായ. ചിലർക്ക് ജീവിതത്തിൽ ദൈവം 40 വർഷം അനുവദിക്കും. നമ്മുടെ ലൈഫ് സ്പാനിനെ കുറിച്ചല്ല പറയുന്നത്, എത്ര കാലം ഇരുന്നോ മനോഹരമായി എന്നുള്ള കാര്യമാണ് അതിൽ വരുന്നത്. അപ്പോൾ കുടുംബം, കുഞ്ഞുങ്ങൾ അങ്ങനെ വന്നു. എങ്ങനെയായിരുന്നു സന്തോഷിൻ്റെ ഒരു ജീവിതത്തിനോടുള്ള ഒരു ആഭിമുഖ്യം, പെരുമാറ്റവും ഒക്കെ? ജോഗി എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന കാര്യങ്ങളിൽ വളരെ ഡെഡിക്കേറ്റ് ചെയ്ത് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതിനുവേണ്ടി ഇപ്പോൾ ഒരു പാട്ട് പാടുകയാണെങ്കിൽ അതിനുവേണ്ടി ഒത്തിരി ശ്രമിക്കും. പലരിലും കാണാത്തതാണ്. കാരണം അതിനെക്കുറിച്ച് ശരിക്കും റെഫർ ചെയ്യും. അല്ലെങ്കിൽ അതിൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, പുതിയതായിട്ട് എൻ്റേതായിട്ട് എന്തെങ്കിലും ഒരു മാർക്ക് അവിടെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ചിന്തിക്കും. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ആ കാര്യത്തിൽ ഇൻവോൾവ് ചെയ്യുമ്പോൾ വേറെ കുറേ കാര്യങ്ങൾ പുറകിൽ വിടും. അപ്പം അത് ഒരു പോസിറ്റീവ്, അതിൻ്റെ ഒപ്പം തന്നെ ഒരു നെഗറ്റീവ് കൂടിയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. പിന്നെന്താണെന്ന് വെച്ചാൽ ഒരു അമിതമായിട്ടുള്ള ഒരു തീക്ഷ്ണതയോട് കൂടിയിട്ടാണ് എല്ലാ കാര്യങ്ങളും സമീപിക്കുക. മൈൽഡായിട്ടുള്ള ഒരു സമീപനം കുറവാണ് അതെല്ലാ കാര്യത്തിലും. അത് കുറെ ഇപ്പം കലാപരമായ കാര്യങ്ങൾ നോക്കുമ്പോൾ അത് അത്രയും പോസിറ്റീവാണ്. കാരണം ആ എനർജിന്ന് നമ്മളതിൽ പെട്ടുപോകും, ആ ഒരു വലയത്തിൽ നമ്മൾ പെട്ടുപോകും. പക്ഷെ ലൈഫിന്റെ കാര്യങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ കുറച്ച്, അപ്പൊ അതിനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ പാരന്റ്സ് ആയാലും, ഇപ്പൊ ഞാൻ വന്നതിന് ശേഷം ഞാനും പരമാവധി അതിനെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ജിജിയുടെ ഒരു പങ്ക് ഈ സിനിമ രംഗത്തേക്ക് വന്നപ്പോഴും ജോയി ഉണ്ടായിരുന്ന അത്രയും കാലങ്ങളിൽ എങ്ങനെയായിരുന്നു ഒരു മോറൽ സപ്പോർട്ട്? ശരിക്കും ഞാൻ ഈ ലൈം ലൈറ്റിൽ നിൽക്കുന്ന ജോഗിനെയല്ല ഞാൻ കണ്ടത്, ഇഷ്ടപ്പെട്ടത്. പിന്നെ വന്നു ചേർന്നതാണ്. അതെ, ഞാൻ പരിചയപ്പെടുന്നത് പാട്ടുകാരനും നന്നായി വായിക്കുകയും ചെയ്യുന്ന, അത്യാവശ്യം എഴുതുന്ന ആ ജോഗിനെയാണ്. മാത്രമല്ല ഒരു ആത്മഹത്യ ശ്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന ഒരു അവസ്ഥയിലുള്ള ജോഗിയാണ്. അതെ അതെ. അപ്പൊ ഞാൻ ഓർക്കാണ്, എനിക്ക് സ്നേഹിക്കാൻ പറ്റുമല്ലോ, എന്തിനാ ഇനിയിപ്പം സ്നേഹം കിട്ടാതെ ഒരാള് വിട്ടുപോകരുത് അല്ലെങ്കിൽ ജീവിക്കാതിരിക്കരുത് എന്നുള്ളായിരുന്നു അന്നത്തെ ഒരു ചിന്ത. അപ്പോൾ പിന്നെ എനിക്കതിന്ന് പിന്മാറാൻ പറ്റുന്നില്ല. പ്രണയം നമ്മുടെ വിഷയം, അതുകൊണ്ട് തന്നെ ചോദിക്കാൻ എനിക്ക് തോന്നുന്നു ഒരുപാട് പേരോട് നമ്മൾ ഈ വിഷയം സംബന്ധിച്ചെങ്കിലും ജിജി ഇതിൽ നിന്നൊക്കെ വേറിട്ട് നിൽക്കുന്ന ഒരാളാണ് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഒരു ബഹുമാനത്തിൻ്റെ അളവ് ചോദിക്കുകയാണ്. പ്രണയം ശരിക്കും ജീവിതത്തിൽ പ്രണയം ഇല്ലാതെ ഒരു നിമിഷം പോലും തുടരാൻ പറ്റില്ല എന്ന് നമ്മൾ ഇതിൽ പങ്കെടുത്ത എല്ലാവരും പറയുന്നുണ്ട്. പ്രണയത്തിലൂടെ എല്ലാം നേടാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ചുരുങ്ങിയ വളരെ ചെറുപ്പം കുറച്ച് കാലഘട്ടം ജീവിച്ചിരുന്നുള്ളൂ, വേർപാട് എല്ലാവർക്കും ഉണ്ട്, പക്ഷെ വളരെ നേരത്തെ ആയിപ്പോയി. ഞാൻ ചോദിക്കുന്നത്, പ്രണയത്തിന് ജീവിതത്തിൽ പ്രണയം എന്ന് പറയുന്ന ഈ ഇതിനെ എത്രത്തോളം ആണ് ഒരു നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ ഒരു പ്രാധാന്യം ജിജി എന്നൊരു
ഞാൻ പറയുന്നത് ധീരയായ ഒരു സ്ത്രീ എന്നാണ് ഞാൻ സത്യം അങ്ങനെ വിശേഷിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം തീർച്ചയായിട്ടും ഇതൊരു മാതൃകയാണ് കേട്ടോ ഓരോ ആൾക്കാർക്ക്. എങ്ങനെ ഈ വിഷയത്തെ നോക്കിക്കാണും പ്രണയം? ശരിക്ക് പ്രണയിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് പ്രണയത്തിനെ കുറിച്ച് പ്രത്യേക കൺസെപ്റ്റുകളില്ലായിരുന്നു. ശരിക്കും അത് എന്നിൽ നിന്ന് ആ ഒരു സുഖം നീങ്ങിപ്പോയപ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നത്. ഞാൻ പ്രണയിച്ചതിൻ്റെയും അതിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള നല്ലതും ചീത്തയായിട്ടുള്ള എല്ലാ അനുഭവങ്ങളും കൂടിയിട്ടാണ് ഇപ്പോഴും എനിക്കിങ്ങനെ സംസാരിക്കാൻ പറ്റുന്നതും ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുന്നതും ഒക്കെ. പ്രണയം എന്ന് പറഞ്ഞാൽ ഇപ്പം എൻ്റെ മനസ്സിലുള്ള ചിന്ത എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും പ്രണയത്തോടെ നോക്കിക്കാണുക. അതിനെ വിശേഷിപ്പിച്ച് ഞാൻ ചെറുതാക്കാൻ ആളല്ല. കാരണം പലരും അതിനെ ഡിഫൈൻ ചെയ്ത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഒന്നുകിൽ ചിലപ്പോൾ ഞാൻ അതിന് മാത്രം ആയിട്ടില്ലായിരിക്കും. കാരണം ഒരു എന്താ നമ്മൾ പറയില്ല, ഇപ്പോൾ ഒരു വ്യക്തി കടന്നതിൻ്റെ ഒരു നായ പരിവേഷം എല്ലാം പൂർണ്ണതയുള്ള വ്യക്തി. മനുഷ്യർ അങ്ങനെ അല്ലല്ലോ, പൂർണ്ണതയും അപൂർണ്ണത എല്ലാം ഉണ്ട്. അപ്പോൾ ഒരാളുടെ നെഗറ്റീവ്സും പോസിറ്റീവ്സും ഒരുപോലെ ഉൾക്കൊള്ളുന്ന സ്ഥലത്താണ് ഒരു വിജയം എന്ന് പറയുന്നത്. തിരിച്ചറിയലും കൂടെയാണ് സ്നേഹം എന്ന് പറയുന്നത്. എനിക്ക് വേണ്ടിയിട്ട് ഒരാള് മാറുക എന്നുള്ളത് ഇപ്പോഴായാലും ഇനി ആരൊക്കെ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നാലും ഇപ്പം എൻ്റെ മക്കളുടെ കാര്യത്തിലായപ്പോലും ഒരു ഇൻഡിവിജ്വാലിറ്റി എല്ലാവർക്കും ഉണ്ടാവും. അതിനെ എനിക്ക് വേണ്ടി മാറ്റിമറിച്ചിട്ട് അങ്ങനെ സമർപ്പിക്കുന്ന ഒരു പ്രണയത്തിനേക്കാളും അവരെന്താണോ അതായിട്ട് ഉൾക്കൊണ്ട്, അതാണ് എനിക്ക് അവരോട് തോന്നുന്ന പ്രണയം. ഇപ്പൊ ജോഗിയിൽ ഞാൻ കണ്ടിട്ടുള്ള പല ക്യാരക്ടറും ഒരു കുടുംബം അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് ചിലപ്പം നല്ലതായിട്ട് തോന്നുന്ന കാര്യങ്ങളാവില്ല, അല്ലെങ്കിൽ ജീവിക്കാൻ വേണ്ടി നല്ലതായിട്ടുള്ള കാര്യങ്ങളാവില്ല. പക്ഷെ അത് മാറിക്കഴിഞ്ഞിട്ടുള്ള ഒരു ജോഗിയോട് ചിലപ്പോൾ എനിക്ക് പ്രണയം തോന്നില്ലായിരിക്കും. അപ്പോ എന്റെ ജോഗി അങ്ങനെ തന്നെ ആയിരിക്കട്ടെ, ജോഗിക്ക് എന്ത് നെഗറ്റീവ്സ് ഉണ്ടായാലും എനിക്കത് പോസിറ്റീവാണ് പ്രണയത്തിന്റെ ആംഗിളിൽ. നീയുറങ്ങി നീർമിഴി തോർന്നീല. കുറച്ച് ചിത്രങ്ങൾ, കൂടുതൽ ഓർമ്മകൾ. ഒരു വേദിയിൽ ജോഗി തന്നെ ആലപിച്ച ആ ഗാനത്തിലേക്ക്. അപ്പോൾ ഞാൻ പറയുന്നത് എപ്പോഴും സാധാരണ പണ്ട് എം കൃഷ്ണനാഥ് സാർ സാഹിത്യ കാലപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട്, പ്രണയിക്കുന്ന സമയത്ത് കാമുകിക്കല്ല കാമുകിക്ക് ഭാര്യയാകുന്നതിന് മുമ്പ് അയാൾ എന്തൊരു കാര്യം ചെയ്യുന്നതിന് അതിനൊക്കെ ഒരു അഡ്മിറേഷൻ, ഒരു ആരാധന ഉണ്ടാവും. പക്ഷെ ഒരു ഭാര്യയായി കഴിഞ്ഞാൽ അതെല്ലാം ഭയമായിരിക്കും, ഒരു ത്രില്ലും ഉണ്ടാവില്ല എന്ന്. കാര്യം ജീവിതം എന്നൊരു വലിയ പരമായ സത്യം നമ്മളോട് വരുന്നത് കൊണ്ട്. ഈ അളവിൽ ഞാൻ നോക്കുമ്പോൾ വ്യക്തിയായി നമ്മുടെ ഭർത്താവ് എന്ന കൺസെപ്റ്റ് വേർതിരിക്കാൻ എപ്പോഴും ശ്രമിച്ചിട്ടുണ്ടോ? അതായത് ഇപ്പൊ എനിക്ക് ശരിക്ക് ജോഗിയുടെ ഒപ്പമുള്ള എല്ലാ സമയവും പ്രണയത്തോടു കൂടി ഇരിക്കാൻ പറ്റിയതിന് ഒരു കാരണമുണ്ട്. കാരണം വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും കുടുംബത്തിന്റെ പ്രാരാബ്ദം അല്ലെങ്കിൽ എങ്ങനെ അടുത്ത ദിവസം എങ്ങനെ മുന്നോട്ട് പോകും, ഭാവി എങ്ങനെ സുരക്ഷിതമാക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ടെൻഷനാണ് ആളുകൾക്ക്, സ്വാഭാവികം, മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ച്. പക്ഷെ ജോഗിയുടെ കാര്യത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ജോഗി ശ്രദ്ധിച്ചിരുന്ന സിനിമ അല്ലെങ്കിൽ ഒരു നല്ല ഡയറക്ടർ ആവുക, നല്ലൊരു എഴുത്തുകാരനാവുക, ആ ഒരു ചിന്തയിലൊക്കെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത് കൂടെ ഉണ്ടായിരുന്നു എപ്പോഴും. അപ്പോൾ കൂടുതൽ ആ പ്രാരാബ്ദങ്ങൾ തലയിൽ വരാത്തതുകൊണ്ട് അതിന്റെ ടെൻഷൻസ് കുറവായിരുന്നു. അപ്പോൾ ഇടപെടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഒരു പ്രണയത്തോടു കൂടിയാ. ഇപ്പം ബാക്കി നമ്മളെപ്പോഴും വീട്ടിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുക, അങ്ങനെ തന്നെ ഞാൻ പറയുള്ളൂ. കാരണം ഒരു കലാകാരനെ സംബന്ധിച്ചൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. അവർ വളരെ മുമ്പൊക്കെ ഞാൻ ചെയ്ത ഒരു അബദ്ധം ചെയ്യാറുണ്ട്. കാരണം ജോഗി ഇങ്ങനെ ഇടയ്ക്ക് ആലോചിച്ചൊക്കെ ഇരിക്കുമ്പോൾ എന്താ പറ്റിയെന്ന് സ്വാഭാവികമായിട്ട് എൻ്റെ സങ്കടമാണോ. അപ്പം എൻ്റെ അടുത്ത് പറയും, എന്റെ മനോഹരമായൊരു ചിന്ത ദുഃഖാണെങ്കിൽ കൂടി നീ എന്തിനെ നശിപ്പിക്കുന്നതെന്ന് ചോദിക്കും. എനിക്കത് അറിയില്ല. പിന്നെ ജോഗിയുടെ തലത്തിൽ നിന്ന് ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ അത് വളരെ ശരിയാ. കാരണം ഞാനായാലും സുന്ദരമായൊരു സ്വപ്നത്തിന് വേറൊരാൾ വന്ന് അതിനെ തടസ്സപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. അപ്പം അങ്ങനെ നോക്കിക്കാണാൻ തുടങ്ങിയപ്പോൾ വീണ്ടും ആ മരിക്കുന്ന സമയം വരെ ഇപ്പം പല രീതിയിൽ നെഗറ്റീവ്സ് ഒരുപാട് ഉണ്ടായിട്ടില്ല ജീവിതത്തിൽ. എല്ലാ ദിവസവും മനോഹരമായി ഒട്ടുള്ള ദിവസങ്ങളൊന്നും അല്ല എൻ്റേത്. ഇത്രയും വർഷങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ 3/4 ഭാഗവും സങ്കടങ്ങൾ നിറഞ്ഞ ദിവസങ്ങളുണ്ടായിരുന്നു. നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ അല്ലാതെ വരുമ്പോൾ ഉള്ള ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ, പരിഭവങ്ങൾ ആ പരാതിയും പരിഭവമൊക്കെ അതെ ആ പരാതിയും പരിഭവമൊക്കെ നമ്മളിലേക്ക് ഒതുക്കാനും അല്ലെങ്കിൽ അതിന്റെ ഒരു കാരണം കണ്ടെത്താനും കഴിയുമ്പോഴാണ് നമുക്ക് ആ പ്രണയം നിലനിർത്താൻ പറ്റണമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് ഇപ്പോഴും ജോഗിനെ കുറിച്ച് പരാതികളൊന്നുമില്ല, സന്തോഷമാണ്. അപ്പോൾ നമുക്ക് ആ ഒരു സന്തോഷത്തിന്റെ ഓർമ്മ നിൽക്കുന്ന അന്തരീക്ഷത്തിൽ ജി നന്നായിട്ട് പാടുന്ന ഒരു വ്യക്തിയാണെന്ന് എനിക്കറിയാം. നന്നായിട്ട് വായിക്കും, എഴുതും, പല സുഹൃത്തുക്കളും പറഞ്ഞിട്ടുണ്ട്, അല്ലാതെ അറിയാം. അപ്പോൾ നമുക്ക് ആ ഒരു ഇപ്പം നിൽക്കുന്ന ആ മനോഹരമായ ആ ഓർമ്മകളുടെ നമ്മളിങ്ങനെ പറഞ്ഞു നിർത്തിയെടുത്തുന്നതായിട്ട് ഒരു പ്രേക്ഷകർക്ക് കൂടെ വേണ്ടിയിട്ട് ഒരു പാട്ട് പാടാം. ഏതോ ജന്മകൽപ്പനയിൽ ഏതോ ജന്മവീഥികളിൽ ഇന്നും നീ വന്നു
ജന്മകൽപ്പനയിൽ ഏതോ ജന്മവീഥികളിൽ പൊന്നിൻ താളങ്ങൾ എങ്ങോ കേൾക്കും നേരം നിന്നിൽ മോഹങ്ങൾ മഞ്ഞായി പെയ്യും നേരം കേൾക്കുന്നു നിൻ ഹൃദയത്തിൻ അതേ നാദമെന്നിൽ ഏതോ ജന്മകൽപ്പനയിൽ ഏതോ ജന്മവീഥികളിൽ. ജിജിയെ പോലെ ചിന്തിക്കുന്ന, അങ്ങനെ ചിന്തിക്കണമെന്ന് ഞാൻ പറയുന്നല്ല, എത്ര പെൺകുട്ടികൾ ഉണ്ടാവും ഈ സമൂഹത്തിൽ ഇങ്ങനെ? അറിയില്ല. എല്ലാവർക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ പെരുമാറുന്ന ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ, നമ്മുടെ ഇഷ്ടങ്ങളിലേക്ക് വലിച്ചഴക്കപ്പെടണവരെ അതുപോലെ നടക്കണം. ഒരു ട്രാക്ക് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇഷ്ടങ്ങൾ അവരിഷ്ടപ്പെട്ടാൽ തിരിച്ചിഷ്ടമുണ്ട് എന്ന് പറയുന്ന ഒരു ഗിവ് ആൻഡ് ടേക്കിലാണ് ഈ ലോകത്തിലെ പ്രണയം എന്ന് പറയുന്നത് ഇതെല്ലാം നടക്കുന്നത്. ഇതിന് വേറിട്ടാണ് ജിജി ഇന്ന് നിന്നിട്ടുള്ളത്. ഇങ്ങനെ എല്ലാ പെൺകുട്ടികളും ഇങ്ങനെ ആകണമെന്ന് ചിന്തിക്കാറുണ്ടോ? അങ്ങനെ ഞാൻ പറയില്ല. കാരണം ഞാൻ ജോഗിക്ക് വേണ്ടി ചിന്തിച്ച പോലെ വേറൊരാൾക്ക് വേണ്ടി ചിന്തിക്കാൻ ചിലപ്പോൾ അത് പ്രാക്ടിക്കൽ ആവില്ല. ഓരോരുത്തരും അവരുടേതായിട്ടുള്ള വ്യക്തിത്വങ്ങളും അവരുടേതായിട്ടുള്ള സ്വഭാവ സവിശേഷതകൾ ഒക്കെ ഉള്ളവരാ. അപ്പോൾ ഓരോ പെൺകുട്ടികളും അവർക്കുള്ള ആളെ അല്ലെങ്കിൽ അവർ പ്രണയിക്കുന്ന ആളെ അവരായിട്ട് തന്നെ ഉൾക്കൊള്ളട്ടെ എന്നൊരു പ്രാർത്ഥനയുണ്ട്. പക്ഷേ പലരും എന്നെ ചൂണ്ടിക്കാണിച്ച് പറയാറുണ്ട്, കാര്യം നീ ചിലപ്പോൾ ഒന്നുകൂടെ ജോഗിനെ നിയന്ത്രിച്ചിരുന്നെങ്കിൽ. കാര്യം ആ മദ്യവും മയക്കുമരുന്നും ഒക്കെ ആയിട്ട് ആ ഒരു ലെവലിലുള്ള അഡിക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു. പലരും പറയും നീ പരാജയപ്പെട്ടു, നിനക്ക് ഒരു ഭാര്യ വിചാരിച്ചാൽ നേരെയാക്കാൻ പറ്റാത്ത ഭർത്താവുണ്ടോ, സ്നേഹം കൊണ്ട് നേരെയാക്കാൻ പറ്റാത്ത ആളുകളുണ്ടോ എന്നൊക്കെ. അറിയില്ല. അത് ഒരിക്കലും ജീവിതത്തിന്റെ അങ്ങനെ ഒരു സ്ഥലത്ത് നല്ല തിരിച്ചു കൊണ്ടുവന്നത് ഇങ്ങോട്ട്. അതെ, അങ്ങനെയാണല്ലോ നിങ്ങൾ തന്നെ ഒരു അടുപ്പത്തിലേക്ക് വരുന്നത്. അങ്ങനെ ഒരാളെയാണോ ചുണ്ടി പിന്നെയും തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും? സാധിക്കാത്ത? എനിക്ക് മറുപടിയില്ല. കാരണം എപ്പോഴും ഞാൻ ചെയ്യുന്നത് എന്റെ മനസ്സിനെ തൃപ്തിപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. അതിപ്പം മറ്റുള്ളവർ ഉപദ്രവിക്കാതിരിക്കാൻ ശ്രമിക്കും പരമാവധി. അതല്ലാതെ എനിക്ക് സ്വയം സമാധാനിക്കാൻ അല്ലെങ്കിൽ എനിക്ക് കോൺഫിഡൻസ് തരുന്ന ഉത്തരങ്ങളുണ്ടെങ്കിൽ ഞാൻ പിന്നെ ഇത്തരം ചോദ്യങ്ങൾക്ക് മറുപടി പറയാറില്ല. ഞാൻ ചോദിക്കുന്നത്, ഒരുമിച്ചുള്ള ജീവിതം, നമ്മളൊരു കുടുംബം അറിയാലോ, നമ്മുടെ ദൈനംദിന കാര്യങ്ങൾ, കുട്ടികൾ വന്നപ്പം, അപ്പോൾ ഇതിൽ നിങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങനെയാണല്ലോ, സ്ത്രീയും പുരുഷനും എപ്പോഴും ഒരു പരസ്പര പൂരകമാണ് ചെയ്യുന്നത്. നമ്മുടെ ഇല്ലായ്മയും ഉള്ളതുമൊക്കെ വെച്ചിട്ട് അങ്ങനെ ആ ഒരു കാലത്തിൽ ജീവിച്ചിരുന്നപ്പോൾ ഞാൻ ചോദിക്കുന്നത്, എല്ലാ തരത്തിലും നമ്മുടെ നിത്യേനയുള്ള ജീവിതവും ഇതെങ്ങനെയാണ് നിങ്ങൾ ആസ്വദിച്ച് നമ്മുടെ കൈപ്പിടിയിലുള്ള കൊച്ച് നമ്മുടെ വരുമാനത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടങ്ങൾ എങ്ങനെയാണ് ആ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്? ഇപ്പം ആലോചിക്കുമ്പോൾ അത്ഭുതമാണ് സത്യം പറഞ്ഞാൽ. കാരണം ഇന്നും കുറവുകളുണ്ട്, അന്നും കുറവുകളുണ്ട്. പക്ഷെ അന്നത്തെ ഒരവസ്ഥയിൽ ഈ റൊമാൻസിന് തന്നെയാണ് അവിടെ ശരിക്കും പ്രാധാന്യം. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും പിറ്റേ ദിവസം വീണ്ടും നമുക്ക് കുഴപ്പമില്ല, ശരിയാവും. അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് എഴുതുന്നു, അല്ലെങ്കിൽ പാട്ട് പാടുന്നു, നല്ല പ്രതീക്ഷയോടുകൂടി സംസാരിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും. ജോഗിയുടെ സ്വഭാവം എങ്ങനെയാന്ന് വെച്ചാൽ, ജോഗി എഴുതാനിരിക്കുമ്പം ചിലപ്പോൾ എൻ്റെ അടുത്ത് പറയും എൻ്റെ പേനലെ മഷി തീർന്നു, അത്രേ പറയുള്ളൂ. ഇപ്പൊ ഒരു അമ്മ കുട്ടിയുടെ അടുത്ത് പറയുന്ന പോലെ, കുട്ടി അമ്മയുടെ അടുത്ത് പറയുന്നത് പോലെ. അല്ലെങ്കിൽ പറയും എനിക്ക് എൻ്റെ A4 ഷീറ്റ് എഴുതാനുള്ള പേപ്പർ കഴിഞ്ഞു, ഇത്രേ പറയുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കേണ്ടത് പേപ്പർ വേണം, പേന വേണം, എഴുതണം. പക്ഷെ ആ സമയം ഞാൻ തിരിച്ച് കറണ്ട് ബില്ല് അടയ്ക്കണമെന്നോ ഗ്യാസ് കണക്ഷന് വേണ്ടി പോകണമെന്നോ ഞാനൊരിക്കലും ആവശ്യപ്പെട്ടിട്ടില്ല. അതാണ് ആ ഒരു അതാണ് എൻ്റെ രീതി, ജോഗിയുടെ അടുത്ത് പെരുമാറിയിട്ടുള്ള രീതി. അതുകൊണ്ട് ഇപ്പോഴും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ അടുത്തേക്ക് ചോദ്യങ്ങൾ വരുമ്പോഴും ഞാൻ മനസ്സിൽ വിചാരിക്കുന്നത് ഞാൻ ജോഗിക്ക് അനുസരിച്ച് പെരുമാറി തന്നെയാണ്. ജോഗിയുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പെരുമാറി. അവിടെ ഞാൻ എന്നെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല, അല്ലെങ്കിൽ എനിക്ക് എന്ത് കഴിവുകളുണ്ടോ, എനിക്ക് എന്ത് നേടാൻ പറ്റുമെന്നോ ഞാൻ അവിടെ ചിന്തിച്ചിട്ടില്ല. ഇപ്പൊ പിന്നെ നമ്മളെ കുറിച്ച് മാത്രം ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ മുന്നിലേക്കുള്ള ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ ചിലപ്പോൾ നിനക്കിത് ചെയ്യാലോ, അല്ലെങ്കിൽ ഇതിനുള്ള കഴിവ് നിനക്കുണ്ടല്ലോ, അങ്ങനെയൊക്കെ നമുക്ക് തോന്നും. ഇനി എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യം മുന്നിൽ വരുമ്പോൾ മാത്രം. ജോഗി കുറവായിരുന്നല്ലേ? അങ്ങനെ പറയാൻ പറ്റില്ല. ഉത്കണ്ഠയുണ്ട്. ഈ പറഞ്ഞ പോലെ ഒരു എക്സ്ട്രീം ക്യാരക്ടറാണ്. ചിലപ്പോൾ ഇടയ്ക്ക് ഡിപ്രസ്ഡ് ആയി കഴിഞ്ഞാൽ വല്ലാതെ ഡിപ്രസ്ഡ് ആയിപ്പോ. സന്തോഷമൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ മതി എന്നൊക്കെ പറയാൻ തോന്നുന്നു. അത്ര ഇങ്ങനെ ഓവർ എക്സ്ട്രീമിലാണ്. പക്ഷെ അത് ജോഗിക്ക് മാത്രമേ ചിലപ്പോൾ പറ്റുണ്ടാവുള്ളൂ. നീർമിഴി തോർന്നീല.
ഞാൻ ചോദിക്കുന്നത് ജിജിക്ക് എപ്പോഴും നമ്മുടെ ഒരു കൊച്ചു ജീവിതം കൊണ്ട് എനിക്ക് തോന്നുന്നു, ഞാനങ്ങനെ പറയില്ല കേട്ടോ, കൊച്ചു ജീവിതം ഞാൻ പറയാതെ പറഞ്ഞു പോയതാണ്. കാരണം ഇത്രയേറെ കാര്യങ്ങൾ നമ്മുടെ ഈ പ്രായത്തിനുള്ളിൽ ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ ചിന്തിക്കാൻ പറ്റുക എന്ന് പറയുന്ന ഒരു ലെവലുണ്ട്. എല്ലാ ഇപ്പോൾ ധനസ്ഥിതിയുള്ള പെൺകുട്ടികൾ, വിദ്യാഭ്യാസമുള്ളവരൊക്കെ എത്ര കണ്ട പേര് എല്ലാം ഉണ്ടായിട്ട് കൊച്ചു കൊച്ചു കാര്യങ്ങൾക്കാണ് വഴക്കടിക്കുകയും പിരിയുകയും നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ശൈഥില്യങ്ങൾ. അപ്പോൾ ഇങ്ങനെ ഈ ഒരു പുതിയ തലമുറയോട് ഇപ്പം ജിജിയെ കാണുമ്പോൾ തന്നെ അവരോടൊന്നും പ്രത്യേകിച്ച് പറയണ്ട. എന്നാലും ഞാൻ ചോദിക്കുകയാണ്, ഒരു സ്ത്രീയും പുരുഷനും ഒരുമിച്ച് ജീവിക്കുന്ന അവരുടെ മരണം വരെയുള്ള ദിവസങ്ങളിൽ അവരുടെ ബന്ധം എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണമെന്നാണ് ജിജിയുടെ ഒരു അഭിപ്രായം, വ്യക്തിപരമായ? ശരിക്കും കുടുംബം എന്ന കൺസെപ്റ്റിൽ ഇപ്പം ഒരു കോ ലിവിങ്ങോ അല്ലെങ്കിൽ വിവാഹം കഴിക്കാതെ രണ്ടുപേരും ഒന്നിച്ച് ജീവിക്കുന്ന അവസ്ഥയെ കുറിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല. കാരണം ഒരു ബന്ധം അല്ലെങ്കിൽ ഒരു ബന്ധന നടുവിൽ കുറച്ച് ആളുകളുടെ പെർമിഷനോടുകൂടി വരുമ്പോഴാണ് കൂടുതൽ ഡിമാൻഡ്സും വരുന്നത് എനിക്ക് തോന്നുന്നു. പ്രണയം എന്നുള്ളൊരു ഒരു പുതപ്പിനുള്ള നമ്മൾ പോകുമ്പോൾ എപ്പോഴും നല്ലതുകൾ മാത്രം പ്രകടിപ്പിക്കുക, അല്ലെങ്കിൽ ഒരാൾക്ക് സുഖം തോന്നുന്ന കാര്യങ്ങൾ മാത്രം അടുത്ത ആൾ ചെയ്യാതാണ്. അപ്പോൾ ഒരു കുടുംബത്തിൻ്റെ അവസ്ഥയിലേക്ക് വരുമ്പോൾ പ്രശ്നങ്ങളെ മാത്രം ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാതെ ഞാൻ എപ്പോഴും ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, എനിക്ക് ഒരാളോട് പറയാനുള്ളതിനേക്കാളും ആൾക്ക് തിരിച്ചെന്നോട് പറയാനുണ്ടാവും. എനിക്ക് കേൾക്കാനാണ് ശരിക്കും കൂടുതൽ ഇഷ്ടം. കാരണം അനുഭവങ്ങൾ അങ്ങനെ തന്നെയാണ്. ഞാൻ എൻ്റെ ഒരു പരാതി വരുമ്പം ഒരു 30 പരാതി അല്ലെങ്കിൽ അവരുടെ സങ്കടങ്ങൾ ഇങ്ങോട്ട് പറയാനുണ്ടാവും. അപ്പം ഞാൻ ഓർക്കും, ഞാൻ മിണ്ടാതിരുന്നാലും കുഴപ്പമില്ല, ഒരു മറ്റൊരാളുടെ കൂടുതൽ കേൾക്കാനാണ് നമുക്ക് ഒരു സമയം. അതുപോലെ തന്നെ പങ്കാളിനെ കേൾക്കുക. ഞാനിത് പറയാൻ മാത്രം എത്രത്തോളം യോഗ്യത ഉണ്ടെന്ന് എനിക്കറിയില്ല. കാരണം എനിക്ക് എൻ്റെ പ്രണയം വഴിയിൽ വെച്ച് നഷ്ടപ്പെട്ടത്, അതും ആത്മഹത്യ ചെയ്ത ജോഗി. അപ്പോൾ എൻ്റെ നേർക്ക് കുറേ വിരലുകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നീ മനസ്സ് വെച്ചിരുന്നെങ്കിൽ എന്ന് പറയുന്ന കുറേ പേര്. പക്ഷേ എൻ്റെയും ജോഗിയുടെയും പാരൻസ് ഒന്നും അത് പറയില്ല. അവർക്കറിയാം ഞങ്ങളുടെ ലൈഫ് എങ്ങനെയായിരുന്നു എന്നും എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളുടെ റിലേഷൻ എങ്ങനെയായിരുന്നു എന്നൊക്കെ അവർക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ എനിക്കറിയേണ്ടത് ഈ ചിത്രങ്ങളിലോട്ടുള്ള അദ്ദേഹത്തിൻ്റെ കുറച്ച് കാലം കൊണ്ട് 35 ചിത്രങ്ങൾ ചെയ്തു, ഒരുവിധം നന്നായിട്ട് അങ്ങനെ വരുമായിരുന്നു. ഒരു പ്രതീക്ഷ ഇങ്ങനെ വച്ചു പുലർത്തുന്ന സമയത്തും എപ്പോഴും ഈ പറഞ്ഞ പോലെ എന്തുകൊണ്ടാണ് എപ്പോഴും ഒരു മാറ്റത്തിന് വേണ്ടി ഇങ്ങനെ ഒരു ശ്രമിച്ചിട്ടുള്ള എപ്പോഴും ഒരു ചേഞ്ചസ്, ഇങ്ങനെ ഒരു ഫ്ലക്ച്വേഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നല്ലോ, സ്വഭാവത്തിന്റെ ഭാഗം തന്നെ ആയിരിക്കും അല്ലേ? അതായത് ജോഗി ഇപ്പോൾ ശരിക്കും ഒരു നടൻ എന്നുള്ള രീതിയിലാണ് എല്ലാവരുടെയും മുൻപിൽ. പക്ഷേ ജോഗിക്ക് അഭിനയിക്കണം എന്നുള്ളത് ഏറ്റവും അവസാനത്തെ ഒരു താല്പര്യമായിരുന്നു. എഴുതുക, സിനിമ ഡയറക്റ്റ് ചെയ്യുക, അതൊക്കെയാണ് കുറച്ചുകൂടി ക്രിയേറ്റീവ്. അതും ചിന്തിക്കുന്ന ഓരോ എൻ്റെ അടുത്ത് എന്നെ ചിലപ്പോൾ രാത്രിയൊക്കെ വിളിച്ച് ഉണർത്തിയിട്ടാ പറയാ, എനിക്ക് ത്രെഡ് കിട്ടി, കേൾക്കണം, അല്ലെങ്കിൽ ഞാൻ ആ സീനിൽ 35ാമത്തെ സീനിൽ അതൊന്നും ചേഞ്ച് ചെയ്തു, പെട്ടെന്ന് എണീറ്റ് പറയുന്ന കാര്യം ഇതായിരിക്കും. അല്ലെങ്കിൽ രാത്രി മുഴുവൻ സംസാരിച്ചിരിക്കും, അല്ലെങ്കിൽ എഴുതിയത് തന്നെ വെട്ടിത്തിരുത്തി വീണ്ടും വീണ്ടും വായിച്ച് കേൾപ്പിച്ച് നിനക്ക് എന്താ തോന്നണം, നിന്റെ അഭിപ്രായം എന്താ, നീ ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ നിനക്ക് എന്താ അതിനോട് പ്രതികരിക്കുന്നത്, അങ്ങനെ പല രീതിയിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ശരിക്കും അത്രയും ക്രിയേറ്റീവ് ആയുള്ള ഒരാൾ, ഇപ്പം എൻ്റെ ഭർത്താവ് എന്നുള്ളത് മാറ്റി നിർത്തിയാൽ അത്രയും ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരാളുടെ കയ്യിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള പാഠങ്ങളാണ് അതൊക്കെ. എനിക്ക് ടെൻഷൻ അടിക്കണമെന്നില്ല, കാരണം ഞാൻ വായിക്കുന്ന കൂട്ടത്തിൽ എന്നെ ചെറുപ്പം തൊട്ടേ തന്നെ. പക്ഷെ എനിക്ക് കൂടുതൽ നല്ല പുസ്തകങ്ങൾ, നല്ല എഴുത്തുകാർ, നല്ല പാട്ടുകൾ ഒക്കെ പരിചയപ്പെടുത്തിയിട്ടുള്ള ഒരു ജോഗിയാണ്. കാരണം എൻ്റെ ആ നല്ല സമയത്താണ് ഞാൻ ജോഗിയുടെ അടുത്ത് വന്നു പെട്ടിട്ടുള്ളത്. എൻ്റെ ടീച്ചറാണ് ശരിക്കും. അപ്പം ജോഗിക്ക് ഇല്ലാത്ത ചിലപ്പോൾ ജോഗി കുറച്ചുകൂടെ നെഗറ്റീവായിട്ട് സന്ദർഭങ്ങളെ കുറച്ചുകൂടി നെഗറ്റീവായിട്ട് എടുക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ ഓവർകം ചെയ്യുന്ന ഒരു പെട്ടെന്ന് കൺഫ്യൂഷനിൽ വിടുന്ന ആളാണ്. എനിക്ക് എന്നെ തന്നെ അസസ് ചെയ്യുമ്പോൾ തോന്നുന്നു കുറച്ചുകൂടെ ഞാൻ ആ കാര്യത്തിൽ ബോൾഡായിട്ട് ചിന്തിക്കുമായിരുന്നു എന്ന്. അപ്പം അതൊരു ബാലൻസ്ഡ് ആയിട്ട് പോയി, എപ്പോഴും അത് കൈവിട്ടു പോയി എന്ന് പറയേണ്ടി വരും. ജിജിയുടെ അതേ സ്നേഹത്തിൻ്റെ അളവിൽ തിരിച്ച് ഇങ്ങോട്ട് നമ്മൾ പറയില്ല 100 കൊടുത്തപ്പോൾ 110 ആണോ 50 ആണോ, അതിനിപ്പോൾ മാർക്കും ബാലൻസ് ചെയ്യാൻ ത്രാസൊന്നുമില്ല. എന്നാലും ഞാൻ വെറുതെ ഒന്ന് ചോദിക്കുകയാണ്, നമുക്കെപ്പോഴും ഉണ്ടാവില്ല, മനുഷ്യരല്ലേ, അപ്പോൾ നമ്മൾ ചിന്തിച്ചു പോകുന്ന ഒരു മുഹൂർത്തം ഉണ്ടാവും. ഈ കാര്യത്തിൽ എങ്ങനെ തീക്ഷ്ണത ഉണ്ടായിരുന്നു തിരിച്ച് ഈ പറഞ്ഞ ഈ സ്നേഹത്തിൻ്റെ കാര്യത്തിൽ? എനിക്ക് സ്നേഹത്തിന്റെ തീക്ഷ്ണത അളക്കാൻ എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും ഞാനൊന്ന് വാദിച്ചു നോക്കാം. അതായത് ഇപ്പൊ എൻ്റെ ജീവിതത്തിൽ എനിക്ക് നഷ്ടമായിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, എന്നെ ദിവസം ഒരു 35 തവണ ഫോണിൽ വിളിച്ച് ചിലപ്പോൾ തെറിയായിരിക്കും പറയാ, അത് പറയാൻ പറ്റില്ല. പക്ഷെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ, ദിവസം അത്രയും സമയം എന്നെ വിളിച്ച് എന്നോട് എന്തെങ്കിലും പറയുന്ന ഒരാളോട്, അല്ലെങ്കിൽ ആ ആൾ എനിക്ക് തരുന്ന പരിഗണന. നമ്മൾ എത്ര വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ 4 ദിവസം കഴിഞ്ഞാൽ അയ്യോ പെട്ടെന്ന് ഭാര്യയെ വിളിച്ചില്ലല്ലോ എന്ന് ഓർക്കുക. അല്ലെങ്കിൽ ഒരു കവിത, 4 വരി കവിതയാവും, അല്ലെങ്കിൽ കണ്ട ഒരു കൂട്ടുകാരൻ്റെ വരും, വഴിയിൽ കണ്ട ഒരു കാഴ്ചയാവും. ഇതിങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ, ഞാൻ അത്രയ്ക്കൊന്നും ചിലപ്പം അങ്ങോട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ കുറവായിരിക്കും. അപ്പം എന്നെ അത്രയും സമയം ഒരു ദിവസം ഓർക്കുന്ന ഒരാൾ എന്ന് പറഞ്ഞാൽ എനിക്കുള്ള ഏറ്റവും വലിയ അംഗീകാരമാണ്. പിന്നെ എത്ര വേദനിപ്പിച്ചാലും അല്ലെങ്കിൽ എത്ര എന്നെ സങ്കടപ്പെടുത്തിയാലും എത്ര സന്തോഷിപ്പിച്ചാലും
അടുത്തൊരു നിമിഷം എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റില്ല, പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തതാ. എപ്പോഴും അത്ഭുതങ്ങൾ മാത്രം തരുന്ന ഒരാള്. പിന്നെ എന്നെ ഇതുപോലെ സ്നേഹിച്ചിട്ട് എനിക്ക് അത് ഫീൽ ചെയ്തിട്ടുള്ള ഒരാൾ, അത് ചിലപ്പം ചീത്ത പറഞ്ഞുകൊണ്ടായിരിക്കും ആ സ്നേഹം, പക്ഷെ അതെനിക്ക് വേറെ ആരും നിന്ന് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. എന്തായാലും ആരും പറയാത്ത കുറേ മാനങ്ങളാണ് ജിജി നിരത്തിയിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ടല്ലോ എന്ന് പോലും ഞാൻ ഓർത്തു പോകുന്നു. എന്തായാലും പ്രേക്ഷകരോട് നമ്മളിന്ന് കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് സന്തോഷിൻ്റെ ജീവിതത്തിൽ നിന്ന് ജിജി നമ്മളിന്ന് പങ്കുവച്ചത്. ഇതിൻ്റെ അടുത്ത ഭാഗമായി നമ്മൾ അടുത്ത ആഴ്ച വീണ്ടും കാണുന്നതാണ്. അതുവരെ എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. നമസ്കാരം. പ്രണയം പോലും പ്രണമിക്കും ഈ ഔന്നത്യത്തിന് മുൻപിൽ. പ്രണയത്തിന് പകരം മറ്റൊരു പുതിയ പദം ഇതാ. മധുരം മരിക്കാത്ത പ്രണയം ആർദ്രമിയോർമതൻ പടവിൽ ഞാനിരിപ്പോ. മരിക്കാത്ത പ്രണയത്തിൻ മൂകബിംബം.